കോടികൾ മുടക്കി നവീകരണം പൂർത്തിയാക്കിയ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ കുഴികൾ നികത്താൻ റീടാറിംഗ് ആരംഭിച്ചു. അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നത് ന്യൂസ് മലയാളം വാർത്തയാക്കിയിരുന്നു. മാധ്യമവാർത്തകളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് റീടാറിംഗ് ആരംഭിച്ചത്. കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കിയത്. എന്നാൽ പ്രവൃത്തി പൂർത്തിയാക്കി ഒരു വർഷത്തിനുള്ളിൽ താമരശ്ശേരി മേഖലയിൽ റോഡുകളുടെ ഒരു വശത്ത് അപകടകരമായ രീതിയിൽ കുഴികൾ രൂപപ്പെടുകയായിരുന്നു. തുടർച്ചയായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രദേശവാസികൾ പരാതി നൽകുകയും ന്യൂസ് മലയാളം റോഡിന്റെ ശോച്യാവസ്ഥ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. തുടർന്നായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ. പിന്നാലെ തന്നെ റോഡിലെ കുഴികൾ നികത്തി റീടാറിംഗ് ആരംഭിച്ചു. താൽക്കാലിക പരിഹാരം മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതും കൂടി ഇതിൻ്റെ കുറേ അപാകതകൾ കൂടിയുണ്ട്. അതും കൂടി പരിഹരിക്കണമെന്ന് പറയാനുള്ളത്. ഇത് മാധ്യമങ്ങൾ വരികയും പിന്നെ മന്ത്രിയുടെ ഓഫീസ് ഇടപെടുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എത്രയും പെട്ടെന്ന് ഇത് പണി റീടാർ ചെയ്തത്. അപ്പോൾ ബാക്കി ഇതിൻ്റെ അപാകതകൾ കൂടി പരിഹരിക്കണമെന്നാണ് നാട്ടുകാരൻ എന്നുള്ളതിലേക്ക് പറയാനുള്ളത്. എടവണ്ണയിൽ നിന്നും മുക്കം വഴി കൊയിലാണ്ടി ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പലയിടത്തും റോഡിന്റെ ഇടതുഭാഗം താഴ്ന്ന അവസ്ഥയിലായിരുന്നു. ഭാരം കൂടിയ ചരക്ക് വാഹനങ്ങളുടെ ടയർ പതിയുന്ന ഭാഗമാണ് താഴ്ന്നുപോയത്. റീടാറിംഗ് നടത്തിയെങ്കിലും ഇത് താൽക്കാലിക പരിഹാരം മാത്രമാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. താൽക്കാലികമായെങ്കിലും വാഹനാപകടങ്ങൾക്ക് ഒരു കുറവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് മലയാളം, കോഴിക്കോട്.